ഹേ ഹലോ, ഐ ആം സഫാന. ക്രിയേറ്റീവ് സ്പാർക്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബിസിനസ് സക്സസ് ആകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മുടെ കോമ്പറ്റീറ്റീവ്സ് ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് നമ്മുടെ കോമ്പറ്റീറ്റീവ്സിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് യുണീക്ക് ആകുന്നത്, അതാണ് നമ്മൾ അറിയേണ്ടത്. അതുപോലെ ഇന്നത്തെ ഈ ഒരു കറന്റ് വേൾഡിൽ സോഷ്യൽ മീഡിയ, GMB, വെബ്സൈറ്റ്സ് ഇതിനെല്ലാം നമ്മുടെ ബിസിനസ്സിന് നല്ലൊരു പങ്ക് വഹിക്കാൻ സാധിക്കും. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. അതായത് നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെല്ലാം ആക്റ്റീവ് ആയിരിക്കണം. ഒരു ബിസിനസ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, ഫേസ്ബുക്ക് പേജ് ഇവയെല്ലാം തുടങ്ങിയാൽ മാത്രം പോരാ, നമ്മുടെ ബിസിനസിന്റെ എല്ലാ ഡീറ്റെയിൽസും അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിന്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ അടുത്തേക്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ആഡുകൾ എത്തിക്കാൻ സാധിക്കും. ഇനി ഇതിൽ ഇൻസ്റ്റഗ്രാം സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അതിൽ റീൽസ് കോണ്ടന്റിനാണ് കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. നെക്സ്റ്റ് ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് പിൻട്രസ്റ്റ്. അതിൽ നമ്മുടെ ഇമേജ് പോസ്റ്റേഴ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ വ്യക്തികൾ ആശ്രയിക്കുന്നത് പിൻട്രസ്റ്റിനെ തന്നെയാണ്. സോ നമുക്ക് ഇതിൽ നിന്നും കുറെ അധികം കസ്റ്റമേഴ്സിനെ ലഭിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് SEO ആൻഡ് ഗൂഗിൾ ആഡ്സ്. SEO അത് എല്ലാവർക്കും അറിയാം, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇത് ഓർഗാനിക് ഗ്രോത്ത് തരുന്നതും, എന്നാൽ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് പെയ്ഡ് ആയിട്ടുള്ളതാണ്. ഇതൊക്കെ ചെയ്താലും നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിനനുസരിച്ച് മോടി പിടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഫീൽഡിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കൂ. ഇത് രണ്ടും നമുക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ കൺസിസ്റ്റന്റ് ആയി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും. സോ ആസ്പിറൻസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള നല്ല ഉപകാരപ്രദമായിട്ടുള്ള കോണ്ടന്റിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.